ഇപ്പോൾ അമ്മ പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. എന്താണ് ആദ്യ പ്രതികരണം? രാജിവെക്കണമല്ലോ. ഇതിന് മുന്നേ ഇറക്കി വിടേണ്ട കേസാണ്. ഞാൻ ഇങ്ങനത്തെ പേരിൽ തന്നെ പറയും, ഇറക്കി വിടേണ്ട കേസാണ്. അപ്പം അത് അയാൾ രാജിവെക്കണം. ഹി ഡിസേർവ്സ് ഇറ്റ്. ആൻഡ് ഇനിയാണ് ആക്ച്വലി പ്രശ്നങ്ങൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു രീതിയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റിയാക്ഷൻ വെച്ചിട്ടും ഒന്നും അയാൾ മിണ്ടാതിരിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഈ വിഷയങ്ങളൊക്കെ തന്നെ എനിക്ക് ഉത്തരവാദിത്വം ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. ഭീഷണിയാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇതിനു മുന്നേയൊക്കെ ധാരാളം ഭീഷണികളുണ്ട്. പക്ഷെ ഡയറക്റ്റായിട്ട് പുള്ളി ഭീഷണി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതായാലും കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അയാളെന്നല്ല, അയാളെ പോലെ ഏതൊരു മനുഷ്യനും ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇറ്റ്സ് ടു ലേറ്റ്. ഇതിനൊക്കെ മുമ്പേ ഇറക്കി വിടേണ്ട കാര്യമാണ്. അതുപോലെ ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്ന ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു തരത്തിലുള്ള സ്പേസസിലും, ഒരു തരത്തിലുള്ള കൾച്ചറൽ സ്പേസസിലും, ഒരു തരത്തിലുള്ള മീഡിയ സ്പേസസിലും ഇയാൾക്ക് യാതൊരുവിധ സ്പേസും കൊടുക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കാസ്റ്റ് ചെയ്യാനൊക്കെ വളരെ സുലഭമായി എല്ലാവരും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഡ്രീമിന്റെ മേളിൽ കെട്ടിപ്പണിത ഒരു മഹാനടൻ ടാഗാണ് അയാൾക്ക് ഉള്ളത്. അയാൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യവും പല പെൺകുട്ടികളുടെയും ഡ്രീമിന്റെ മുകളിൽ ചവിട്ടി പണിഞ്ഞ ഒരു കാര്യം കൂടെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ എന്തുമാത്രം സ്പേസ് കൊടുക്കുന്നുള്ളൂ. സോ സ്ട്രിക്ട്ലി അയാളെ ഫിലിമിൽ നിന്നും ബാൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ. നോബഡി വിൽ ഡു ദാറ്റ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഇതാണ് അതിന്റെ ഒരു റിയാലിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വർഷം കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. അവരെ പുറത്തു കൊണ്ടുവരണം, കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം, അത് പുറത്തു വരട്ടെ. പക്ഷേ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. വേണ്ട, അവർ ഹേമ കമ്മിറ്റി ശിക്ഷിക്കേണ്ട. അത് ആരാണെന്ന് പുറത്തു കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവരെ ശിക്ഷിച്ചോട്ടെ. അല്ല, ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിന്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും. അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവര് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല. നടന്നിട്ടുണ്ടാകാം. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ, ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും. ജസ്റ്റിസ് ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം. അവരത്രയും റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ജസ്റ്റിസ് ഹേമ കുറെ നിർദ്ദേശങ്ങൾ അടിയന്തരമായി സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും. ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും. അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. അതിൽ സിദ്ദിഖ് അത്ഭുതം കൂറുന്നുണ്ട്. ഇന്നേ വരെ അങ്ങനെ ഒരു പരാതി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണെന്ന് മാത്രമല്ല ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ സിദ്ദിഖ്. രേവതിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത് എന്താണ്? രേവതിയുടെ അനുഭവം എന്താണ്? ഒട്ടും തന്നെ ഷോക്കിംഗ് അല്ല എന്നുള്ളതാണ്. ഒട്ടും തന്നെ ഷോക്കിംഗ് അല്ല. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഹി ഹിംസെൽഫ് ഇസ് എ ക്രിമിനൽ. കാര്യം എനിക്ക് ആദ്യം ഇതിങ്ങനെ നമ്മളെ ഫീഡിൽ ഈ ഒരു അദ്ദേഹത്തിന്റെ റെസ്പോൺസ് ഇങ്ങനെ പോകുന്ന സമയത്തും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുന്നു. കാര്യം ഈ മെലോ ഡ്രാമ കാണാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ബീങ് എ സർവൈവർ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീങ് എ സർവൈവർ ഈ മെലോ ഡ്രാമ നമുക്ക് കാണാൻ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് ഇൻസ്റ്റിങ് തന്നെ നമുക്ക് വല്ലാത്തൊരു രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും. ഫിസിയോളജിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് തരുന്നുണ്ടായിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇത്രത്തോളം അവയർനെസ് മിസ്റ്റർ സിദ്ദിഖിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും വലിയ അത്ഭുതം. ഇത്രത്തോളം അവയർനെസ് ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം തുറന്നു പറയുകയാണ് ഒരു മീഡിയയിൽ വെച്ചിട്ട് തന്നെ, ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും
അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ സമ്മതിച്ചതിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ, പല ആക്ഷൻസും ഇയാൾ ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത്, എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ? അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത്, നീ ഇത് പുറത്തു പോയി പറഞ്ഞാലും ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ, നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാണ്. കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും തോന്നിയില്ല എന്നുള്ളതാണ്. ഇവിടെ പവർ ഗ്രൂപ്പേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത്. ഒരു പ്രോബ്ലവും ഇല്ല, ഇതെല്ലാം എന്താണ് വളരെ മിത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇമാജിനേഷൻ ആണ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഒരു ഡ്രീം ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരാളെ ട്രാപ്പിലാക്കി എനിക്കതിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് വളരെയധികമാണ്. എത്രയോ കൊല്ലങ്ങൾ, രേവതിയുടെ +2 കഴിയുന്ന പ്രായമാണ് എന്ന് പറഞ്ഞാൽ, +2 കഴിയുമ്പോൾ എത്രയാണ് പ്രായം? അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്, മിസ്റ്റർ റിയാസ് ഖാൻ. അദ്ദേഹം ഇതുപോലൊരു ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ, അങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു. ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും, ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല. ഒരു ഫോൺ കോൾ വന്നിട്ട് ഇയാള് വൃത്തികേട് ഇങ്ങനെ അയച്ചുവിടുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ല, മേ ബി ചോദിക്കാം, ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ. പക്ഷെ അങ്ങനെ അല്ല. ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡ് ആയിട്ട് ഫോൺ ഇങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തായത് സംഭവിക്കണം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ്, ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിലെ 9 ഡേയ്സിനുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി, സോക്കോളിൽ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഇതുപോലെ എത്രയോ ആൾക്കാർ, ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, ഫിലിം എല്ലാം ഓക്കെ ആയിട്ട് ലൈക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒന്ന് വേറെ ആരുമില്ല, ഒന്ന് ജസ്റ്റ് ഡയറക്ടറായിട്ട്, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട്, എഡിറ്ററായിട്ട്, ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും. സി വി ഹാവ് ടു സ്ലീപ് വിത്ത് ഓൾ ദീസ് മെൻ എന്ന് പറഞ്ഞിട്ട് ആ സമയമൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു സ്വഭാവം. ഓക്കെ, ഇതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലും കൂടെ ഞാൻ പോയി. കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ഓഡിഷൻ എടുക്കുന്നു, നമ്മളെ ടാലന്റ് കാണുന്നു, ഈ ക്യാരക്ടറുമായിട്ട് അവർ സിമിലർ, ഓക്കെ മാച്ച് ആണ്, അവർ സെലക്ട് ആവുന്നു. അതിനുശേഷം അവർ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും, അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും ഒക്കെ നോൺസെൻസ് അല്ലേ ഇതെല്ലാം. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുന്നതാണ്, നമുക്കില്ലാത്തൊരു കാര്യം കൂടുതൽ സ്വപ്നം കണ്ടത് ആഗ്രഹിക്കുന്നതിനേക്കാൾ നമുക്കുള്ളൊരു സാധനം ആസ്വദിക്കാൻ ശ്രമിക്കുന്നതിന് ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. പിന്നെ എപ്പോഴും കഴിയുന്നത്ര മോഹിക്കാതെ ഇരിക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞില്ല, ഞാനൊന്നും മോഹിക്കാറില്ല, മോഹിച്ചാൽ അതൊക്കെ എനിക്ക് കിട്ടും. നിനക്കൊക്കെ എന്ത് കണ്ടാലും അങ്ങനെ തോന്നും. ഞാൻ അങ്ങനെ ഒരുപാട് വലിയ ആഗ്രഹങ്ങളോ അങ്ങനെ ഒന്നും സൂക്ഷിക്കുന്ന ഒരാളല്ല. ഇങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പോയാൽ മതി. രാജേന്ദ്ര, നിന്റെ ഈ ആഴ്ചത്തെ വാരഫലം വളരെ മോശമാണ്. മാനഹാനി, സമയനഷ്ടം. അക്കാലത്ത് തന്നെ സിനിമയിൽ വരുമ്പോൾ ഒരു പ്രണയ നായകനാവണം എന്ന് സാധാരണ ഏത് നടനും ആഗ്രഹിക്കും. അങ്ങനെ ഒരു മോഹം താങ്കൾക്കുണ്ടായില്ല? ഞാൻ ജോലി പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ എന്തോ അങ്ങനെ മോഹിച്ചിട്ടില്ല. പൊതുവെ റൊമാൻറ്റിക് അല്ലാത്തൊരു പ്രകൃതമാണോ താങ്കൾക്ക്? അതുകൊണ്ടാണോ അങ്ങനെ ഒരു മോഹം ഉണ്ടാകാതിരുന്നത്? ആയിരിക്കും. പറഞ്ഞാൽ കൗമാരത്തിലെ യൗവനത്തിലും ഒന്നും സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട പ്രണയങ്ങൾ പോലും താങ്കൾക്ക് ഉണ്ടായില്ല. സീരിയസ് ആയിട്ടുള്ള പ്രണയങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ഒരു ഈഗോ എന്നെ വല്ലാതെ, അത് ഞാനൊരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് പ്രപ്പോസ് ചെയ്യുക, എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ഇല്ലല്ലോ, എനിക്ക് നിങ്ങളെ താല്പര്യമില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്നൊരു പൂമ്പാറ്റ ജീവിതം. ഞാനെപ്പോഴും അതിനേക്കാളൊക്കെ മികച്ച ഒരാളാണെന്നാണ് ഞാൻ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത്. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നോക്കുമ്പോ എന്താണ്, അപ്പൂപ്പന്റെ എത്ര വയസ്സുള്ള ഒരു മനുഷ്യൻ മോളെ എന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നീട് സിനിമയിൽ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. നിന്റെ മകളാകാൻ പ്രായമില്ല അവർക്ക്. എന്റെ സമ്മതമില്ലാതെ അയാള് വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും. ഞാനൊരു നിലപാടെടുക്കുന്ന
പറയുന്ന ഒരാളാണ്, എനിക്കൊരു നിലപാടുള്ള ഒരാളാണ്. അയാൾ കാര്യങ്ങൾ ചോദിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്ന ആളാണ്, ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആളല്ല. ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ട് എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ എന്ന് പറയുന്ന ഒരാളാണ് എന്നുള്ളൊരു വ്യക്തിത്വമാണ് ഞാൻ. ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് ആ മുഖത്ത് നോക്കി പറയാതിരുന്നിട്ടില്ല. പറയേണ്ട സന്ദർഭങ്ങളിൽ പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. ഞാൻ പോകുന്നു.